പ്രാചീന കാലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യും. എത്ര നേരമാണ് തിരിയുന്നു? സുബ്രഹ്മണ്യ ഇങ്ങനെ വരിക, ആ കോളാമ്പി ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ കാണിക്കാം. ആരോട് വന്നിട്ടല്ലോ? ആരാണ്? കോലോ ഓ എന്താപ്പോ ഇത് എന്റെ മകനാ. എന്താ അവന് പഠിക്കണമെന്ന് ആശ. പഠിക്കേ ഒരു കീഴ്ജാതിക്കന്റെ മകൻ നമ്മുടെ കുട്ടികളെ പഠിക്കേ. സുബ്രഹ്മണ്യ ഈ മ്ലേച്ഛന്റെ കണ്ണിനെ കുത്തി പൊട്ടിക്കാം. കണ്ണില്ലാതെ ഇത് പ്രാചീനമായ പ്രാചീനങ്ങൾ ഇനി പരിഷ്കൃതമായ നവീന കാലം. ഇങ്ങനെ പറയാൻ നമ്മുടെ സ്ഥിതി ആ കീഴിലാണ് കേട്ടോ. എന്റെ കാര്യം നോക്കാൻ എനിക്ക് എന്റെ കാര്യം എനിക്ക് ഏതെങ്കിലും മന്ദത്തിൽ നമുക്കൊന്ന് കാണണേ. ഒരുത്തോട്ട് വരണം കേട്ടോ. കണ്ടിട്ട് വലിയ നീ പറയുന്ന സീറ്റിന് ലക്ഷങ്ങൾ തരാൻ ഇന്നാളുടെ പ്രമാണികൾ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഒരു കാശ് മുതലാണ് ഞാൻ പഠിച്ച ഒരാളാണ് നമ്മൾ നിന്റെ ദാരിദ്ര്യ കണക്ക് ചെയ്യാൻ എന്റെ കലവഴിക്കുന്നു. അത് മനസ്സിലാക്കണം. പറയാനുള്ളത് കാശ് കാശ് ഗുണമാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സാറേ റിയൽ എസ്റ്റേറ്റ് മുതലാളി അലിയാരി മോനും വന്ന് സാറേ അഡ്മിഷൻ നടന്നാണ് പോകുന്നത്. അലിയാരി റിയൽ എസ്റ്റേറ്റ് മുതലാളി വരുന്നു സാറേ. സാറേ
പണമുള്ളവൻ മാത്രമേ പണമില്ലാത്തവൻ. അപ്പോൾ നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് കാശ് കൊടുക്കുക. നിന്റെ സൗന്ദര്യം കണ്ടതാണ് അഡ്മിഷൻ നടന്നത്. അപ്പൊ പഠിക്കാം. ഇതൊന്നും ഞാൻ ഇതൊന്നും നീതി ഇവിടെ പാവപ്പെടുന്നത് പഠിക്കണ്ടേ? ഞങ്ങളോട് ഇവിടെ ആരുമില്ല. ഉണ്ട് സഖാവേ, ഉണ്ട്. നിന്നോടൊപ്പം ഞങ്ങളുണ്ട്. നിന്നെ പോലെ പണമില്ലാത്തതിന്റെ പേരിൽ പഠിക്കാൻ കഴിയാത്തവരായിരുന്നു വേളാങ്കണ്ണിയുമില്ല. അവർക്ക് സംഭവിച്ചു നിനക്ക് സംഭവിക്കാതിരിക്കാൻ ഞങ്ങളുടെ പിന്നിൽ അണിച്ചേരും. ലോകം കേൾക്കുമ്പോൾ ഉറക്കെ വിളിച്ച് പറയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. വർഗീയ വിഷമുള്ള ആളുകളാണ് നമ്മൾ കോളേജിൽ ചുറ്റുമുള്ളത്. അപ്പോൾ അവരത് എങ്ങനെ ഒറ്റപ്പെടുത്തുക, അതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് SFI ASF എല്ലാ വിദ്യാർത്ഥികളെയും വിജയിക്കണം. SFI മാത്രമാണ് മതേതര വിശ്വാസം പുലർത്തുന്ന ഒരേ ഒരു സംഘടന. അടുത്ത ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാൾ വർഗീയതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വർഗീയത ഒരു തമാശ രൂപയാണ് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു വർഗീയ അവതരിപ്പിക്കാനായിട്ട് അഭിജിത്തും അനീഷും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. നീ എവിടെ പോയി കിടക്കായിരുന്നു? നാം എത്ര നേരമായി നിന്നെ തിരയുന്നു. അതൊക്കെ പോട്ട് കാര്യം ശരിയാണ്. 10-15 കൊല്ലം നീ ഇടപ്പ കൂടി ഇല്ല. ഇന്ന് പക്ഷെ നിന്നെ ഞാൻ പുതിയ സ്ഥാനം പഠിപ്പിക്കാനാണ് നിന്നെ അല്ല പറയണ കേട്ടാ പഠിപ്പിക്കാൻ പോണ്. പഠിക്കോ, നല്ല പഠിപ്പിക്കും. നീ ഏറ്റവും നല്ല ശിഷ്യനാവണം. ഇത് പഠിക്കണം.